ഏറെ ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സിദ്ദിഖ് MLA അവർകൾ, യോഗം ഉദ്ഘാടനം ചെയ്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ഈ യോഗത്തിൽ സന്നിഹിതരായിരുന്ന സച്ചിദാനന്ദ സ്വാമിജി, സുഭാംഗാനന്ദ സ്വാമിജി, ഋതംബരാനന്ദ സ്വാമിജി, ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികൾ, മറ്റ് ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ശ്രീനാരായണീയരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് സംഘടനാ സമ്മേളനത്തിൽ ഈ പുതുവർഷ പുലരിയിൽ ഈ ഗുരുസന്നിധിയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത് വലിയ ഒരു ഭാഗ്യമായി കരുതുകയാണ്. ഗുരു അഷ്ടലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഭൗതികമായ എല്ലാ ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാക്കുന്നതിനു വേണ്ടി നമുക്ക് വഴികാട്ടി. സമൂഹത്തിലെ അന്ധതയും അനാചാരവും മാറ്റി സമൂഹത്തിൽ എല്ലാ മനുഷ്യനും ഒന്നാണെന്ന മഹത്തായ സംഭാവന നൽകി എല്ലാ മനുഷ്യരെയും സമഭാവനയോടുകൂടി കാണുന്ന ഗുരുവിൻ്റെ ഏകലോക വീക്ഷണത്തിൽ കൂടിയുള്ള നവോത്ഥാന പ്രക്രിയയാണ് കേരളത്തെ ഇന്നുള്ള ഈ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത്. സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തെയും അടിമകളാക്കി വെച്ചുകൊണ്ട് അവർക്ക് സമത്വവും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ തടവറയിൽ അവരെ തളച്ചിടുകയായിരുന്നു ചെയ്തിരുന്നത്. ആ ഇരുട്ടിൻ്റെ തടവറയിൽ ബന്ധനസ്ഥനാകുവാനുള്ള കാരണം എന്താണെന്ന് ഗുരു മനസ്സിലാക്കി. സാധാരണക്കാരൻ്റെ ഉള്ളിലെ ഭയമാണ് ആ ബന്ധനത്തിന് കാരണമായിട്ടുള്ളത്. ആ ഭയത്തെ മാറ്റണമെങ്കിൽ എന്ത് നേടണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗുരു ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. അതിന് മറ്റൊരാളുടെ സഹായം കൂടിയേ കഴിയുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ എന്തിനെയെങ്കിലും സംബന്ധിച്ച് ഭയമുണ്ടായിക്കഴിഞ്ഞാൽ ആ ഭയത്തിൽ നിന്നും നമ്മൾ മോചിതരാവണമെങ്കിൽ തീർച്ചയായും നമ്മളെ സഹായിക്കുവാൻ, അതിന് നമുക്ക് ആ ഭയത്തിന് കാരണമായിരിക്കുന്ന കാര്യത്തിന് അറുതി വരുത്തുന്നതിനുള്ള ഒരു ഹെൽപ്പ് നമുക്ക് പുറത്തു നിന്നുണ്ടായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് വിശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭയത്തെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പം അത്തരത്തിലൊരു മനുഷ്യനെ സഹായിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായി ഈശ്വരനാണ് എന്ന് ഗുരു നമ്മളെ കാണിച്ചു തന്നു. അങ്ങനെയാണ് ഗുരു ആദ്യമായി 1888 ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിപ്ലവമായി കരുതാവുന്ന
ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ശിലയിൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ ശിവപ്രതിഷ്ഠ. അപ്പോൾ ഭഗവാനെ നമ്മളോട് ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ആദ്യമായി തന്ന സമ്മാനമാണ് അരുവിപ്പുറത്ത് നടത്തിയ വിപ്ലവാത്മകമായ ശിവപ്രതിഷ്ഠ. ഇതിനെ സംബന്ധിച്ച് എനിക്ക് മുന്നേ സംസാരിച്ചവരിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ശിവപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, സവർണ വർഗം മാത്രം ആരാധിക്കപ്പെട്ടിരുന്ന ശിവൻ, നമുക്കറിയാം പിന്നോക്ക സമുദായക്കാർക്ക് ആരാധിക്കാൻ ഉണ്ടായിരുന്ന മാടനും മറുതയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്കും ആരാധനാ സ്വാതന്ത്ര്യം കൽപ്പിച്ചരുളി തന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയിലൂടെ ഈശ്വരനെ നമ്മളോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമൂഹത്തിലെ അന്ധതയും അനാചാരവും തച്ചുടച്ച് മനുഷ്യന്റെ ഉള്ളിലെ ഭയത്തെ നീക്കി നിർത്തിക്കൊണ്ട് അവനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് അഷ്ടലക്ഷ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വര ഭക്തി ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഇന്നത്തെ വിഷയം സംഘടന ആണെങ്കിൽ പോലും ഈ സംഘടന നമ്മളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ, സമൂഹത്തെ നേരായ ദിശയിൽ നയിക്കുന്നതിന് വേണ്ടി, പ്രാപ്തമാകുന്നതിന് വേണ്ടിയാണ് ഈ സംഘടന നമ്മൾ ഉണ്ടാക്കുവാൻ ഗുരുദേവൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കാല് വെച്ച് നടന്നെടുക്കണമെങ്കിൽ തീർച്ചയായും പണ്ട് നമുക്കറിയാം, നമ്മുടെ പൂർവികർ അനുഭവിച്ചിരുന്ന ഭയം, അവരാരെയോ ഭയന്നിരുന്നു. ഈ ഭയം കാലങ്ങളിൽ ഓരോരോ കാലഘട്ടത്തിൽ ഓരോ രൂപത്തിലാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ ഭയം നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് വരേണ്യവർഗം നമ്മളെ അടിമത്തത്തിലേക്ക് ആഴത്തിൽ ചവിട്ടി താഴ്ത്തിയെങ്കിൽ ഇന്നത് വേറെ രീതിയിലാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് ഇനിയും നമ്മൾ മോചിതരാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഗുരു നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാർഗം നമ്മൾ ഈ അഷ്ടലക്ഷ്യങ്ങളിൽ പറയുന്ന ഈശ്വര ഭക്തി നമുക്കുണ്ടാവണം. ഈശ്വരനെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ്. സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ശംഖുലി മുഴക്കുന്നതിന് ഗുരു നമ്മളോട് അരുളി ചെയ്ത ഈ അഷ്ടലക്ഷ്യങ്ങളിലെ രണ്ട് പ്രധാന പ്രതിപാദ്യ വിഷയമാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക. അതിനെ സംബന്ധിച്ചും ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയദർശൻ സാറ് പറഞ്ഞതുപോലെ വിഭിന്ന അഭിപ്രായങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഗുരു പറഞ്ഞ ദാർശനികതയെ സംബന്ധിച്ചും വിഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് സാർ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. നമ്മളിവിടെ അതിനു മുമ്പ് സംസാരിച്ചവരെല്ലാം പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളതാണ്. സാർ അതിനെ തിരുത്താൻ ശ്രമിച്ചു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് എന്താണ് നമ്മുടെ ആളുകൾ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുമ്പോഴും സംഘടന കൊണ്ട് ശക്തിപ്പെടുക എന്ന് പറയുമ്പോഴും അത് തമ്മിൽ പരസ്പര പൂരകമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പ്രബുദ്ധത എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ വിദ്യ കൊണ്ട് സ്വതന്ത്രരാവാൻ പറഞ്ഞ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധത നേടുവാൻ നമ്മളോട് പറഞ്ഞെങ്കിൽ ആ പ്രബുദ്ധതയ്ക്കും അവിടെ അടിസ്ഥാനം ഉണ്ട്. ഗുരു പറഞ്ഞില്ലെങ്കിൽ ഗുരുവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പ്രബുദ്ധത അത് ഒരു സംഘടനയെ നയിക്കണമെങ്കിൽ തീർച്ചയായും പ്രബുദ്ധരായ സംഘാടകർ അല്ലെങ്കിൽ സംഘടനയെ നയിക്കുന്നവർക്ക്
പ്രബുദ്ധത ഉണ്ടായിരിക്കണം. ആ പ്രബുദ്ധത ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. അപ്പോൾ അത്തരത്തിൽ വിദ്യ നമ്മളെ പ്രബുദ്ധരാക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എഞ്ചിനീയർമാരാകുന്നു, ഡോക്ടർമാരാകുന്നു, ഇവരെല്ലാം പ്രബുദ്ധരാണോ എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രബുദ്ധതയാണോ നമ്മൾ ഈ വിദ്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ രണ്ട് തരത്തിൽ കാണുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ കൊച്ചു കേരളം, ഈ സുന്ദരമായ കേരളം ഉപേക്ഷിച്ച് അങ്ങ് UK-യിലും കാനഡയിലുമൊക്കെ പോയി വിദ്യ അഭ്യസിക്കുകയും അവിടെ തൊഴിലെടുക്കുകയും ഇന്ന് കേരളം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അത് എന്ത് പ്രബുദ്ധതയാണ് അതിലൂടെ നമുക്ക് നേടുന്നത്? അത് നമ്മളെ കാണിക്കുന്നത് ഈ വിദ്യ കൊണ്ട് നേടുന്ന സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ വിനിയോഗിക്കാതെ അത് പണം കായ്ക്കുന്ന മരം ആയിട്ട് വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, നമുക്കാവശ്യമുള്ള പ്രബുദ്ധത, വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം വിടർത്തുന്ന, പൂക്കൾ സൃഷ്ടിക്കുന്ന, സ്നേഹത്തിൽ വിരിയുന്ന പുഷ്പങ്ങളാൽ അലംകൃതമായ മരങ്ങളാണ് നമുക്ക് ആവശ്യം. അല്ലാതെ പണം കായ്ക്കുന്ന മരങ്ങളല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത്തരത്തിൽ പ്രബുദ്ധതയുള്ള ജനം സ്നേഹത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, കുമാരനാശാൻ നമ്മളോട് പറഞ്ഞതുപോലെ സ്നേഹത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് സംഘടന കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ചിട്ടയായ ഒരു സംഘടനാ സംവിധാനത്തെ നമുക്ക് മുമ്പോട്ട് നയിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ പറഞ്ഞതുപോലെ സംഘടനാ സംവിധാനത്തിന് പവിത്രതയുണ്ടാവണം. ആ പവിത്രതയുണ്ടാവണമെങ്കിലാണ് ഈ പ്രബുദ്ധത അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത്. അപ്പൊ എവിടെങ്കിലും സംഘടനാ സംവിധാനത്തിൽ പവിത്രതയില്ലാതെ പോയാൽ നമ്മുടെ സംഘടനകൾക്ക് പറ്റുന്ന മൂല്യ ശോഷണം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ സംഘടനാ തലത്തിൽ സംഘടനയുടെ ആത്മാവിൻ്റെ പവിത്രത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സംഘടനയിൽ അന്തഛിദ്രങ്ങൾ ഉണ്ടാവുന്നതും സംഘടനാപരമായി നമുക്ക് ശക്തമായി മുന്നോട്ട് പോകുവാൻ കഴിയാതെ വരുന്നതും. അത്തരത്തിൽ സംഘടനയുടെ പവിത്രത നഷ്ടപ്പെടുമ്പോൾ ഈ പ്രബുദ്ധത നഷ്ടപ്പെടുമ്പോൾ അവിടെ സ്വാർത്ഥത മുന്നിലേക്ക് വരും. ആ സ്വാർത്ഥത ഒരിക്കലും നമ്മളൊരു സംഘടന കെട്ടിപ്പടുക്കുമ്പോൾ, അതിനെ മുന്നോട്ട് നയിക്കുമ്പോൾ ഉണ്ടാകുവാൻ പാടില്ല. അത് ഏത് സംഘടനയായാലും. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് 2 സംഘടനകളാണ് ഉണ്ടാക്കി തന്നത്. ഒന്ന്, ആത്മീയപരമായി നമ്മളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ്, അതിൻ്റെ തണലിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതും പ്രബുദ്ധതയോടുകൂടി നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ അതിലെ പവിത്രത നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, നമ്മളെല്ലാം നെഞ്ചിലേറ്റിയിരിക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇതിലെല്ലാം നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ നമ്മളൊരു രാഷ്ട്രീയ സംഘടനയായാലും ഈ സംഘടനയുടെ എല്ലാം പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സംഘടനാപരമായി ഗുരു എന്താണോ ലക്ഷ്യം വെച്ചത്, ഈ സമൂഹ മധ്യത്തിലേക്ക് സാധാരണക്കാരനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് അവൻ്റെ അവകാശങ്ങളെ, അവന് സമത്വവും സുന്ദരവുമായ ശോഭനമായ ഒരു ഭാവി, ഇനിയും നമ്മളതിലേക്ക് ഒരുപാട് കാതം യാത്ര ചെയ്യുവാനുണ്ട്. അതിന് ഗുരുദർശനങ്ങളെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.
ഈ ലക്ഷ്യങ്ങളിലൂടെ ഗുരുവിൻ്റെ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത് ജീവിത വ്രതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സമഗ്രമായ പുരോഗതി ഇനിയും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. എപ്പോഴും ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഈ പുതുവർഷ പുലരിയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശിസ്സുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു നല്ല പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ചെയ്യട്ടെ.